പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയുടെ ചേർന്നാലുള്ള ഒരു കോംബോ നമുക്ക് അറിയാലോ. അധികം പേരിങ്ങനെ ആ ഒരു സീൻസ് ഒക്കെ വന്നപ്പോൾ കൈ അടിക്കുന്നതായിട്ട് തോന്നി. നിങ്ങൾ പോയി കാണണം. ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മ്യൂടെക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ തംബ്നെയിൽ കണ്ട പോലെ ഞാൻ മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവി കാണാൻ പോവാണ്. കുറച്ചധികം ഇങ്ങനെ കാണാൻ പോണം എന്ന് ആഗ്രഹിച്ചിരുന്നൊരു മൂവിയാണ്. അപ്പം ഇന്ന് മെയ് 1 ഇന്നാണ് റിലീസ് ചെയ്യുന്നത്. ഞാനൊരു നിവിൻ പോളി ഫാനാണ് കേട്ടോ. അപ്പം എനിക്ക് ഈ പടം കാണണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം എന്തായാലും കണ്ടിട്ട് വരാം. ബൈ. അങ്ങനെ നമ്മൾ തിയേറ്ററിലെത്തി. സ്വാതി തിയേറ്ററിലാണ് വന്നത്, നൂറനാടുള്ള. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. ഞാനും എൻ്റെ കുഞ്ഞമ്മയും പിന്നെ എൻ്റെ ഒരു കസിനോടാണ് സിനിമ കാണാൻ എത്തിയത്. അവരുടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. അതുകൊണ്ട് വണ്ടിയിൽ സ്പീഡിലിങ്ങ് എത്തിയത്, കുറച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ലേറ്റായി. ഇതാണ് തിയേറ്റർ. നല്ലൊരു തിയേറ്ററാട്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമ്മൾ ഇപ്പം എല്ലാ ഫിലിമും, അത്യാവശ്യം ഇറങ്ങുന്ന എല്ലാ ഫിലിമും ഇവിടെ തന്നെയാണ് വന്ന് കാണുന്നത്. കുറച്ച് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ വേണ്ടി. ഒത്തിരി നാളായിട്ട് ഈ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹിച്ച് ഇരുന്നതാണ്. അങ്ങനെ നമ്മൾ തിയേറ്ററിനകത്തെത്തി സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇൻ്റർവെൽ ആയപ്പം വെളിയിൽ ഇറങ്ങി. അപ്പം ഒരു ഐസ്ക്രീമും പിന്നെ ലേസും വാങ്ങി. പിന്നെ നമുക്കറിയാമല്ലോ, തിയേറ്ററിനകത്ത് സാധനങ്ങൾക്കൊക്കെ നല്ല വിലയായിരിക്കും. ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീമാണ് വാങ്ങിയത്. എനിക്ക് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് ഇഷ്ടം. എനിക്ക് യഥാർത്ഥത്തിൽ ഐസ്ക്രീമിനോട് വലിയ താല്പര്യമില്ല, പക്ഷേ ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിക്കും കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഫിലിമൊക്കെ കണ്ട് വീട്ടിൽ വന്നു. നമ്മൾ പടം കണ്ടിട്ട് വന്നു. പടം ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് നിവിൻ പോളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിവിൻ പോളി ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യണം. നിവിൻ പോളി ഇഷ്ടമായതുകൊണ്ട് മാത്രമല്ല എനിക്ക് പടം ഇഷ്ടപ്പെട്ട. പടം ഒരു എബോവ് ആവറേജ് അങ്ങനെ പറയാം. ഫസ്റ്റ് ഹാഫിനെക്കാട്ടി എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എനിക്ക് കുറേ അധികം ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റിയത് സെക്കൻഡ് ഹാഫാണ്. എനിക്ക് സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ നിവിൻ പോളിയുടെ കുറേ അധികം തമാശകൾ എൻജോയ് ചെയ്തതും ഞാൻ സെക്കൻഡ് ഹാഫിലാണ്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം ഇവിടുത്തെ കുറേ അധികം ചില രാഷ്ട്രീയ പാർട്ടികളെയൊക്കെ കളിയാക്കുന്ന പോലെ തോന്നി. അതേപോലെ തന്നെ മലയാളി എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളികളുടെ വികാരം ഉണർത്താൻ വേണ്ടി നോക്കിയതായിട്ട് എനിക്ക് തോന്നി. കാരണം കുറേ അധികം തിയേറ്റർ സീനിൽ ഈ മലയാളി എന്ന് പറയുമ്പം കുറേ അധികം കയ്യടികളൊക്കെ ഞാൻ അവിടെ കണ്ടു. കുറേ നല്ല മൊമെന്റ്സ്, അല്ലെങ്കിൽ കുറേ അധികം പേരിങ്ങനെ ആ ഒരു സീൻസൊക്കെ വന്നപ്പോൾ കൈയടിക്കുന്നതായിട്ട് തോന്നി. നിങ്ങൾ പോയി കാണേണ്ട സിനിമ തന്നെയാണ്. എല്ലാവരും പോയി കാണണം. എബോവ് ആവറേജ് എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയത്. നിവിൻ പോളിയുടെ ആക്ടിങ് ഒക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ലൊരു മൂവിയാണ്. എങ്കിൽ ആവറേജ് അല്ല, എബോവ് ആവറേജ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയുടെ ചേർന്നാലുള്ള ഒരു കോംബോ നമുക്ക് അറിയാലോ. ധ്യാനും നിവിൻ പോളിയോട് തന്നെ ഒത്തുനിന്ന് അഭിനയിച്ചു. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, മഞ്ജു പിള്ളയുടെ അഭിനയം ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള മൂവിയിലെല്ലാം ഒരു അമ്മ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ചില സീൻസൊക്കെ അവർ ഹാൻഡിൽ ചെയ്യുന്നത് സൂപ്പർ എന്ന് പറഞ്ഞാൽ. അതേപോലെ പിന്നെ പാകിസ്ഥാനിയായിട്ട് ഒരാൾ അഭിനയിക്കുന്നുണ്ട്, എനിക്ക് പേരറിയത്തില്ല. പുള്ളിയുടെയും ആക്ടിങ് അടിപൊളിയായിരുന്നു. ഇവരെന്നെ എനിക്ക് എടുത്ത് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. സൂപ്പർ ആക്ടിങ് ആയിരുന്നു. പിന്നെ നായിക അനശ്വര രാജനാണ്, എല്ലാവർക്കും അറിയാലോ. വലിയൊരു നായിക പ്രാധാന്യം ഇല്ല, എങ്കിലും പുള്ളിക്കാരത്തിയുടെ അഭിനയം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു 1 ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ എല്ലാവരും പോയി കാണേണ്ട പടം തന്നെയാണ്. നല്ലൊരു പടമാണ്.